എൻ്റെ നയന എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഞാൻ അവളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. നിങ്ങളുടെ എല്ലാം തെറ്റിദ്ധാരണ തീർത്തു തരും. അതുവരെ മാത്രം കല്യാണിയെ നിങ്ങൾക്ക് സംരക്ഷിക്കാം. അതുവരെ മാത്രം. അത്രയും പറഞ്ഞുകൊണ്ട് അജിത്തിനെയും അവിടെ നിൽക്കുന്ന സൗദാമിനിയമ്മയും വരുണയെയും ഒന്ന് രൂക്ഷത്തോടെ നോക്കി. ഒപ്പം വിപിയെയും ഒന്ന് നോക്കിക്കൊണ്ട് വംശി മുന്നോട്ട് നടന്നതും വിപി അവനെ പുറകിൽ നിന്നും വിളിച്ചു. ഒന്നവിടെ നിന്നേ. വിപി വിളിച്ചതും എന്താണെന്ന അർത്ഥത്തിൽ രൂക്ഷമായ നോട്ടത്തോടെ വംശി തിരിഞ്ഞു നോക്കി. നീ മാത്രം പറഞ്ഞാൽ പോരല്ലോ. വിപി അങ്ങനെ പറഞ്ഞതും വംശിക്ക് സംശയമായി. ഒപ്പം അവൻ പറഞ്ഞതിലുള്ള അർത്ഥം എന്താണെന്ന് വംശിക്ക് മനസ്സിലായില്ല. നയന് തെറ്റുകാരിയല്ലെന്ന് തെളിയിക്കുമെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയെങ്കിൽ അവൾ തെറ്റുകാരിയാണെന്നറിഞ്ഞാൽ നീ കല്യാണിയെ വെറുതെ വിടുവോ? അവളുടെ അരികിൽ നിന്റെ നിഴൽ പോലും ഇല്ലാത്ത വിധത്തിൽ നീ അവളിൽ നിന്നും അകലം പാലിക്കുവോ? ചോദ്യത്തോടെ വിപി വംശിയുടെ അരികിലേക്ക് വന്നു. വിപിയുടെ അതേ ചോദ്യം അജിത്തിൻ്റെയും സൗദാമിനിയമ്മയുടെയും വരുണയുടെയും മനസ്സിലുണ്ടായിരുന്നു. എന്തെന്നാൽ അവർക്കറിയാം നയന എന്താണെന്ന്. അതുകൊണ്ട് തന്നെ തിരിച്ച് വംശി കല്യാണിയെ അന്വേഷിച്ച് വരുമോ എന്ന ചോദ്യം മൂവരിലും കിടപ്പുണ്ടായിരുന്നു. അത് അപ്പോഴല്ലേ, അപ്പോഴത്തെ കാര്യം അപ്പോൾ നോക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് വംശി പിന്നെ അവിടെ നിന്നില്ല. ഒറ്റ പോക്കായിരുന്നു പുറത്തേക്ക്. അവൻ അന്വേഷിച്ചിട്ട് വരട്ടെ. ആ പതിവ്രതയുടെ ഉള്ളിൽ എന്താണെന്ന് അവൻ മനസ്സിലാക്കട്ടെ. അങ്ങനെയെങ്കിലും കല്യാണി രക്ഷപ്പെടുമല്ലോ. ഇറങ്ങിപ്പോയവനെ ഒന്ന് നോക്കിക്കൊണ്ട് വിപിയോട് പറഞ്ഞുകൊണ്ട് അജിത്ത് അവിടെയുള്ള സെറ്റിയിലേക്ക് പോയിരുന്നു. എന്തോ അജിത്തിനും വല്ലാത്ത നീരസം തോന്നിപ്പോയി വംശിയോട്. പറഞ്ഞാലും മനസ്സിലാക്കാത്ത മനുഷ്യനോ. നീരസത്തിനോടൊപ്പം പുച്ഛവും വംശിയോട് തോന്നി അവന്. മക്കളിരിക്കുക, ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്കാം. നിറഞ്ഞു തൂവിയ കണ്ണുനീർ അമർത്തി തുടച്ച് സൗദാമിനിയമ്മ വിപിയെയും അജിത്തിനെയും നോക്കി അടുക്കളയിലേക്ക് പോയി. ആ അമ്മയുടെ മനസ്സും നന്നേ വേദനിച്ചിരുന്നു. എന്തെന്നാൽ അല്പം മുൻപുണ്ടായിരുന്ന സംഭവ വികാസങ്ങൾ അമ്മയെ തളർത്തിയിരുന്നു. നയന കാരണം 3 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടായിരിക്കുന്നു. നയന എന്ന ബാധയെ തങ്ങളുടെ കുടുംബത്തിൽ നിന്നും അകറ്റിയതാണ്. എന്നാലും അവളുടെ പേര് പോലും ഈ കുടുംബത്തിന്റെ സമാധാനം കളയുന്നു. നയനയെക്കുറിച്ച് ഓർക്കുമ്പോൾ സൗദാമിനിയമ്മയെ വല്ലാത്ത വെറുപ്പുളവായി. ദേഷ്യം നിറഞ്ഞു. ആ വെറുപ്പും ദേഷ്യവും അടുക്കളയിൽ ജോലി ചെയ്യുന്നതിനും കാണിച്ചു. അതിനെന്നോണം പാത്രങ്ങളുടെ ശബ്ദവും അടുക്കളയിൽ നിന്നും ഉയരുവാൻ തുടങ്ങി. സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് വന്നവൻ്റെ നെഞ്ചോരം ഇപ്പോഴും കല്യാണി അതേപടി നിൽപ്പാണ്. മുകളിലെ ഹാളിലേക്ക് എത്തിയതും തൻ്റെ അരികിൽ നിൽക്കുന്നവളെ അവൻ പതിയെ അടർത്തി മാറ്റി. സോറി കല്യാണി. ആ സമയം അത്രയും നേരം ക്ഷുഭിതനായി നിന്നവൻ തൻ്റെ അരികിലുള്ള പെണ്ണിനെ അറിഞ്ഞതേയില്ല. വിട്ടുകൊടുക്കില്ല എന്ന മട്ടിൽ അവളെ പൊതിഞ്ഞു പിടിക്കുകയായിരുന്നു. സ്റ്റെപ്പുകൾ കയറുമ്പോഴായിരുന്നു തൻ്റെ അരികിൽ താൻ ചേർത്ത് പിടിച്ചു വരുന്നവളെ അവൻ അറിഞ്ഞതുപോലും. സാരമില്ല സാർ, വംശേട്ടയിൽ നിന്ന് എന്നെ രക്ഷിക്കാനല്ലേ. അവൻ്റെ മാറോട് ചേർത്ത് പിടിക്കൽ അവളിൽ അല്പം ആശ്വാസം നൽകിയിരുന്നു. ആ മാറിൽ നിന്നും നീങ്ങാതിരിക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നു. തൻ്റെ ഏട്ടനിൽ കാണുന്ന സുരക്ഷിതത്വം അവൾ വിഘ്നേഷിലും കണ്ടിരുന്നു. അവൻ ഇനിയും വരും, യാതൊരു മാറ്റവുമില്ലാതെ പറയുന്നവളെ അവനൊന്ന് നോക്കിക്കൊണ്ട് വിഘ്നേഷ് വംശിയെക്കുറിച്ച് വീണ്ടും പറഞ്ഞു. അറിയാം, പക്ഷേ ഇനി പേടിക്കണ്ട. നാളെ രാവിലെ ഏട്ടൻ വരുമല്ലോ. ഞാൻ രാവിലെ ഫ്ലാറ്റിലേക്ക് പോവും. വംശിയേട്ടനെ ഏട്ടൻ കൈകാര്യം ചെയ്തോളും. എന്നെ വംശിയേട്ടൻ്റെ കൂടെ ഏട്ടൻ പറഞ്ഞു വിടില്ല. വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു ആ പെണ്ണിൻ്റെ വാക്കുകളിൽ. എന്നാൽ അവളുടെ വാക്കുകൾ കേട്ട് വിഘ്നേഷിന് വല്ലാത്ത വേദന തോന്നി. രാവിലെ അവൾ പോകുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ, അതോടൊപ്പം തൻ്റെ സംരക്ഷണത്തിനായി മുന്നിലായി തൻ്റെ ഏട്ടൻ ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ തന്നിൽ നിന്നും ഒരുപാട് അകലത്തിലേക്ക് കല്യാണി പോകുന്നത് പോലെ അവന് തോന്നി. ഇനി എപ്പോഴാ നമ്മൾ തമ്മിൽ കാണുക? പിരിയാൻ ആഗ്രഹമില്ലാത്തവൻ്റെ വാക്കുകളായിരുന്നു അവനിൽ നിന്നും വന്നത്. കോളേജിൽ വെച്ച് കാണാലോ. നാളെ കഴിഞ്ഞാൽ കോളേജ് തുറക്കില്ലേ? അവൻ്റെ വാക്കുകളിലെ താളം അവൾക്ക് മനസ്സിലായിരുന്നില്ല. കോളേജിൽ വെച്ച് കാണും. അതൊരു സാറും സ്റ്റുഡൻറ്റും മാത്രമുള്ള കൂടിക്കാഴ്ച ആയിരിക്കില്ലേ? തൻ്റെ മനസ്സ് അവളുടെ മുന്നിൽ തുറന്നു കാട്ടുവാൻ അവൻ ആഗ്രഹം തോന്നി. അതെ, എൻ്റെ സാറ് തന്നെയാണല്ലോ. പിന്നെ എൻ്റെ കല്യാണി മറ്റെന്തോ വിഘ്നേഷിനോട് പറയാൻ പോയതും ബിബി അവളെ വിളിച്ചു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് വിഘ്നേഷും കല്യാണിയും ഒരുമിച്ച് തിരിഞ്ഞു നോക്കി. സ്റ്റെപ്പുകൾ കയറി വരുന്ന വരുണയും ബിബിയും. അവൻ പോയോ? തങ്ങളുടെ അടുത്തേക്ക് രണ്ടുപേരും എത്തിയതും വിബിയോടായി ഗൗരവത്തിൽ ചോദിച്ചു വിഘ്നേഷ്. വിബി ഒന്ന് മൂളിക്കൊണ്ട് കല്യാണിയെ നോക്കി. നേരത്തെ കണ്ട ഭയമൊന്നും ഇപ്പോൾ കല്യാണിയുടെ മുഖത്തില്ലെന്ന് ഒറ്റനോട്ടത്തിൽ മനസ്സിലായിരുന്നു വിബിക്ക്. സോറി കല്ലു, ഞാൻ കാരണമാ അയാളിപ്പോൾ ഇവിടേക്ക് വന്നത്. പറയുന്നതിനോടൊപ്പം കല്യാണിയുടെ അരികിലേക്ക് വന്ന് വരുണ അവളുടെ കയ്യിൽ പിടിച്ചു. താൻ കാരണം കല്യാണി ഒരുപാട് കരയേണ്ടി വന്നതിൽ വല്ലാത്ത കുറ്റബോധം തോന്നി വരുണയ്ക്ക്. എന്നാൽ വരുണ പറഞ്ഞതിൻ്റെ അർത്ഥം കല്യാണിക്ക് മനസ്സിലായതുമില്ല. അതുകൊണ്ട് തന്നെ കണ്ണിമ ചിമ്മാതെ കല്യാണി വരുണയെ മാത്രം നോക്കി.
പിന്നീട് വരുണ ഓരോ കാര്യങ്ങളും പറയുകയായിരുന്നു. വംശി വിപിയേട്ടനോടൊപ്പം കൂട്ടുകാരൻ എന്ന നിലയിൽ ഈ വീട്ടിലേക്ക് വന്ന് കയറിയതും മുതൽ ഇന്ന് റെസ്റ്റോറൻറ്റിൽ വെച്ച് നടന്ന സംഭവം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും അവൾ കല്യാണിയോട് പറഞ്ഞു. എന്തേ എന്നോട് നേരത്തെ ഒന്നും പറയാതിരുന്നേ? എല്ലാം കേട്ട് കഴിഞ്ഞതും കല്യാണി പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. നിന്നോട് പറഞ്ഞ നീ പേടിക്കുമെന്ന് എനിക്കറിയാം. പലപ്പോഴും ഉറക്കത്തിൽ പോലും നീ അയാളുടെ പേര് പറഞ്ഞ് ഭയക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളയാൾ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ടെന്ന് നീ അറിഞ്ഞ? അതുകൊണ്ട് മാത്രമാണ് നിന്നോടൊന്നും പറയാതിരുന്നത്. വേദനയോടെ വരുണ പറയുമ്പോൾ തൻ്റെ നല്ലതിനു വേണ്ടി മാത്രമായിരുന്നു അവളെല്ലാം മറച്ചു വെച്ചതെന്ന് കല്യാണിക്ക് മനസ്സിലായി. വംശി തിരിച്ചു വരും. വരുണയുടെയും കല്യാണിയുടെയും സംസാരത്തിനിടയിലാണ് വിപി പറഞ്ഞത്. പറയുന്നതിനിടയിൽ അവനൊന്ന് വിഘ്നേഷിനെ നോക്കുകയും ചെയ്തു. എന്തെന്നാൽ ഇപ്പോൾ താൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വിഘ്നേഷിന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിപിക്കറിയാം. അയാൾ വന്നോട്ടെ, അതിനെന്താ? നാളെ അനന്തേട്ടനും വരുവാണല്ലോ. പിന്നെ കല്യാണി പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. എത്ര ശ്രമിച്ചാലും അനന്തേട്ടൻ കല്യാണിയാക്കി വിട്ടുകൊടുക്കില്ല. വിപി പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകാതെ സംസാരിച്ച വരുണയെ വിപി കണ്ണുരുട്ടി നോക്കി. എന്തിനാ എന്നെ നോക്കി പേടിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞ സത്യമല്ലേ? അനന്തേട്ടൻ വന്നാൽ പിന്നെ വംശയുടെ അരികിലേക്ക് കല്യാണിയെ അനന്തേട്ടൻ പറഞ്ഞയക്കില്ല, അതുറപ്പാ. വീണ്ടും വരുണ പറഞ്ഞതും ഇവളെന്താ പൊട്ടിക്കാളിയാണോ എന്ന് പോലും വിപി ചിന്തിച്ചു. വാ കല്ലു, ഒന്ന് കുളിച്ച് ഫ്രഷ് ആവുക. ആകെ ക്ഷീണിച്ചിരിക്കുക നീ. കല്യാണിയോട് പറയുന്നതോടൊപ്പം വിപിയെ ഒന്ന് കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് വരുണ കല്യാണിയെയും കൂട്ടി തങ്ങളുടെ റൂമിലേക്ക് നടന്നു. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം വിക്കിക്ക് മനസ്സിലായോ? രണ്ടുപേരും പോയി കഴിഞ്ഞതും തൻ്റെ മുന്നിൽ നിൽക്കുന്നവനോട് ഗൗരവത്തോടെ ചോദിച്ചു വിപി. അങ്ങനെ സത്യങ്ങളൊക്കെ അറിഞ്ഞ് അവൻ തിരിച്ച് കല്യാണിയെ ആവശ്യപ്പെട്ടാൽ അനന്തൻ നിറഞ്ഞ മനസ്സാലെ അവന് കല്യാണിയെ ഏൽപ്പിക്കില്ലേ? വിപി ചോദ്യം ഉന്നയിച്ചു. തൻ്റെ മുന്നിൽ നിൽക്കുന്നവൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി തന്നെ. സാധ്യതയുണ്ട്. ഒരു വാക്കിൽ മാത്രം വിഘ്നേഷ് മറുപടി നൽകി. അപ്പോഴും അവൻ്റെ മനസ്സുരുകുന്നത് അവൻ മാത്രം അറിയുകയായിരുന്നു. അപ്പോൾ തനിക്ക് കല്യാണിയെ സ്വന്തമാക്കണ്ടേ? വിപി നേരിട്ട് കാര്യത്തിലേക്ക് കടന്നു. എന്നാൽ വിപിയുടെ ചോദ്യം കേട്ടതും വിഘ്നേഷ് ഒന്ന് ഞെട്ടിപ്പോയി. തൻ്റെ മനസ്സ് ഇവന് വായിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് പോലും ആ നിമിഷം അവൻ ചിന്തിച്ചു. ഞാൻ എന്തു പറയണമെന്നറിയാതെ വിഘ്നേഷ് ഒന്ന് പതറി. എനിക്കറിയാം കല്യാണിയോട് നിനക്ക് പ്രത്യേക ഒരു ഇഷ്ടമുണ്ടെന്ന്. അത് വരുണയോട് തോന്നുന്നതല്ല, നേരെ മറിച്ച് തൻ്റെ പെണ്ണിനോട് തോന്നുന്ന ഇഷ്ടമാണ് എനിക്ക് നിന്റെ കണ്ണുകളിൽ കാണാൻ കഴിയുന്നത്. വംശിയിൽ നിന്നും നീ അവളെ പൊതിഞ്ഞു പിടിക്കുമ്പോൾ പോലും സ്വാർത്ഥതയുണ്ടായിരുന്നു നിന്റെ മനസ്സിൽ. അവളുടെ ദേഹത്ത് അവൻ തൊടുന്നത് പോലും ഇഷ്ടമില്ലായ്മയോടെ നീ നോക്കുന്നത് ഞാൻ കണ്ടിരുന്നു. കല്യാണിയെ വംശിയിൽ നിന്നും തൻ്റെ നെഞ്ചിലേക്ക് അടക്കി പിടിക്കുമ്പോൾ നിന്റെ സ്വാർത്ഥത പുറത്തു വരികയായിരുന്നു. എല്ലാം കണ്ടുകൊണ്ട് ഞാനും അജിത്തും പുറത്തു തന്നെ ഉണ്ടായിരുന്നു. കാര്യങ്ങൾ എവിടം വരെ പോകുമെന്ന് കണ്ടറിഞ്ഞിട്ട് അകത്തേക്ക് കടക്കാമെന്ന് ഞങ്ങൾ കരുതിയതാണ്. വിപി കാര്യങ്ങളൊക്കെ പറഞ്ഞതും തൻ്റെ മനസ്സ് പൂർണ്ണമായി വായിച്ച ഒരുവൻ്റെ വാക്കുകളായിട്ടാണ് വിഘ്നേഷിന് തോന്നിയത്. വംശി സത്യങ്ങളൊക്കെ നാളെ അല്ലെങ്കിൽ മറ്റൊരു ദിവസം കൊണ്ടറിയും. നയനെ എന്താണെന്നും തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നും അവനറിയും. കുറ്റബോധത്താൽ അവൻ വീണ്ടും നിറഞ്ഞ മനസ്സാലെ കല്യാണിയെ തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ അരികിലേക്ക് വരികയും ചെയ്യും. എത്ര തന്നെ പറഞ്ഞാലും അവർ ബന്ധം കൊണ്ട് കൂട്ടിയിണക്കിയവരാണ്. അവിടെ പുറത്തുള്ളവർക്ക് സ്ഥാനം ഉണ്ടാവില്ല. അനന്തൻ ഒരു വാക്കു പറഞ്ഞാൽ കല്യാണി വംശയോടെ പോവുകയും ചെയ്യും. തൻ്റെ മനസ്സിൽ തോന്നിയതൊക്കെ താൻ ചോദിച്ചിട്ട് മറുപടി പറയാതെ നിൽക്കുന്നതിനോട് വിപി പറഞ്ഞു. അത്ര നേരം നിന്നവൻ്റെ മുഖഭാവമായിരുന്നില്ല ഇപ്പോൾ വിഘ്നേഷിൽ. കല്യാണിയെ നഷ്ടമാകുമോ എന്നൊരു ചിന്ത കൂടി അവൻ്റെ മനസ്സിലേക്ക് കടന്നു വരാൻ തുടങ്ങി. ഒന്നും പറയാൻ കഴിയില്ല. നാളെ ഒരു ദിവസം കഴിഞ്ഞാലേ കാര്യങ്ങൾ വ്യക്തമാകൂ. അതിനു മുൻപ് തൻ്റെ മനസ്സിലുള്ള ഇഷ്ടം കല്യാണിയെ അറിയിക്കണം. അവൾക്ക് നിന്നോടെന്തെങ്കിലും? ഞാൻ എങ്ങനെയാ? അവൾ എൻ്റെ സ്റ്റുഡൻ്റ് അല്ലേ? ഒരു അധ്യാപകൻ്റെ മനസ്സായിരുന്നു ആ നിമിഷം വിഘ്നേഷിന്. അങ്ങനെ നോക്കിയാൽ അധ്യാപകർ ഒന്നും അവരുടെ സ്റ്റുഡൻറ്റിനെ വിവാഹം ചെയ്യില്ലല്ലേ? താനിപ്പോൾ അതൊന്നും ചിന്തിക്കണ്ട. തൻ്റെ മനസ്സ് കല്യാണിയുടെ മുന്നിൽ തുറക്കുക, അതുമാത്രമേ ഇപ്പോൾ വഴിയുള്ളൂ. നിന്നോട് എന്തെങ്കിലും ഒരു താല്പര്യം കല്യാണിക്കുണ്ടെങ്കിൽ അനന്തനോട് ഉറപ്പായും അവൾ എതിർത്തു പറയും. ആദ്യം കല്യാണിയുടെ മനസ്സിൽ എന്താണെന്ന് അറിയണം. അതുമാത്രമല്ല, നിന്നെ നല്ലതുപോലെ അനന്തന് അറിയാവുന്നതാണ്. ഒരിക്കൽ നയനയുടെ ഒപ്പം തന്നെ കണ്ടതുമാണ്. കല്യാണിക്കിപ്പോൾ ഇങ്ങനെയൊക്കെ ദുരിതം വന്നതിൽ താനും ഒരു കാരണക്കാരനാണെന്ന് അനന്തൻ വിശ്വസിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് കല്യാണിയോടൊരു തുറന്ന സംസാരം ഞാൻ പറയുന്നത്. എനിക്ക് മനസ്സിലാകും, പക്ഷേ എങ്ങനെ കല്യാണിയോട് പറയുമെന്നൊരു ചിന്ത വിഘ്നേഷിൽ ഉയർന്നു. വിപി പറഞ്ഞതും ശരിയാണെന്ന് അവനറിയാം. തൻ്റെ മനസ്സ് തുറന്നില്ലെങ്കിൽ എന്നേക്കുമായി തനിക്ക് കല്യാണിയെ നഷ്ടമാവും. ഇപ്പം മറ്റൊന്നും ചിന്തിക്കണ്ട. ഇവിടെ സ്വാർത്ഥതയാണ് പുറത്തു കൊണ്ടുവരേണ്ടത്. ഞാൻ നാളെ വരാം പറ്റുമെങ്കിൽ. കല്യാണി ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് തൻ്റെ മനസ്സിലുള്ളത് അവളോട് പറയാൻ നോക്ക്.
ഇനി ഇങ്ങനൊരു അവസരം കിട്ടിയെന്ന് വരില്ല. അത്രയും പറഞ്ഞുകൊണ്ട് വിവി വിഘ്നേഷിൻ്റെ ചുമലിലൊന്ന് തട്ടിക്കൊണ്ട് സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് പോയി. വിഘ്നേഷ് നേരെ അവിടെയുള്ള സോഫയിലേക്ക് വന്നിരിക്കുകയും ചെയ്തു. അപ്പോഴും അവൻ്റെ മനസ്സിൽ വിവി പറഞ്ഞ ഓരോ കാര്യങ്ങളായിരുന്നു. ശരിയാണ്, അനന്തൻ പറഞ്ഞാൽ കല്യാണി വംശയുടെ കൂടെ പോകും. പകയൊക്കെ മാറ്റി അവൻ നല്ലൊരു ഭർത്താവായാൽ അവളുടെ ഒപ്പം ഒരു ജീവിതം അവൻ ആസ്വദിക്കും. അപ്പോൾ താൻ ആഗ്രഹിച്ചതോ? വീണ്ടും എന്നിൽ പരീക്ഷണങ്ങൾ നിറയുകയാണോ? തൻ്റെ ജീവിതം വീണ്ടും പടുക്കുഴിയിലേക്ക് പോകുന്നത് പോലെ വിഘ്നേഷിന് തോന്നി. അതുകൊണ്ട് തന്നെ വിവി പറഞ്ഞതുപോലെ നാളെ കാലത്ത് കല്യാണി ഇവിടെ നിന്നും ഇറങ്ങുന്നതിന് മുൻപ് തൻ്റെ മനസ്സ് തുറന്നിരിക്കണം. ഒരുപാട് ചിന്തകളോടെ തീരുമാനങ്ങളോടെ വിഘ്നേഷ് സോഫയിൽ നിന്നും എഴുന്നേറ്റ് തൻ്റെ റൂമിലേക്ക് പോയി. പുലർച്ചെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടിയും ഇറങ്ങി ഒരു ഓട്ടോയും പിടിച്ച് വംശി കാടാച്ചിറയിലെത്തിയിരുന്നു. വീട്ടിലെത്തുമ്പോൾ 6 മണി കഴിഞ്ഞു. നിർത്താതെ അടിക്കുന്ന കോളിംഗ് ബെൽ കേട്ടാണ് ജലജ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റത്. വംശി പോയതിനു ശേഷം ജലജയുടെ ശീലം ഇങ്ങനെയാണ്. കാലത്ത് എഴുന്നേൽക്കേണ്ട ജലജ ക്ഷേത്രത്തിലെ പോക്കും മുടക്കിയിരിക്കുന്നു. എന്തെങ്കിലും വെച്ച് ഉണ്ടാക്കി കഴിക്കും, അത്ര തന്നെ. മനസ്സിന് സ്വസ്ഥതയില്ലെങ്കിൽ പിന്നെ അങ്ങനെയാണല്ലോ മനുഷ്യൻ്റെ കാര്യം. ഒന്നിലും ഒരു താല്പര്യവും ഉണ്ടാകില്ല. വംശി കല്യാണിയുടെ അരികിലേക്കാണ് പോയത് എന്ന് ജലജയ്ക്ക് ഉറപ്പായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അനന്തനോട് ജലജ തനിക്ക് തോന്നിയ സംശയം തുറന്നു പറഞ്ഞതുപോലും. അത് കുറച്ച് വൈകിപ്പോയോ എന്ന് പോലും ജലജയ്ക്ക് സംശയമുണ്ടായിരുന്നു. കല്യാണിയെ ഓർത്ത് ഓരോ ദിവസവും ആ അമ്മ മനം വേദനിക്കുകയായിരുന്നു. ഈ കാലത്ത് തന്നെ ആരാണാവോ വന്നത് എന്ന സംശയത്തോടെ ജലജ വാതിൽ തുറന്നതും കൊണ്ടുപോയ ബാഗുമായി നിൽക്കുന്ന തൻ്റെ മകനെയാണ് കണ്ടത്. തൻ്റെ അമ്മയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ബാഗ് ചുമലിലേക്ക് ഇട്ടുകൊണ്ട് അവൻ അകത്തേക്ക് കയറി. വംശി, നീ എവിടെ പോയിരിക്കുകയായിരുന്നു? എത്ര തവണ ഞാൻ നിന്നെ വിളിച്ചു വന്നോ? അകത്തേക്ക് കയറിയവൻ്റെ പുറകെ ചെന്നുകൊണ്ട് ജലജ ദേഷ്യത്തോടെ ചോദിച്ചു. ജലജയ്ക്കുള്ള മറുപടി നൽകാതെ അവൻ മുന്നോട്ട് നടന്നു. സ്റ്റെപ്പുകൾ കയറാൻ ആഞ്ഞവൻ്റെ കയ്യിൽ ജലജ പിടിച്ചു. എന്താ അമ്മേ? അവൻ്റെ ശബ്ദത്തിൽ ദേഷ്യമുണ്ടായിരുന്നു, അമർഷമുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചിട്ട് മറുപടി തന്നിട്ട് പോ വംശി. ജലജയും വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു. ഇത്രയും നാളും മകനെ പേടിച്ച് നടന്നു. ഇനി നടക്കില്ല. കൂടിപ്പോയാൽ തന്നെ കൊല്ലുമായിരിക്കും. ഇതിനേക്കാൾ ഭേദം അതാണെന്ന് ആ അമ്മയുടെ മനസ്സ് നിറഞ്ഞു. എന്തു മറുപടി തരാൻ? ഞാൻ എവിടെ പോയെന്നോ? അതെ, നീ എവിടെ പോയെന്ന് എനിക്കറിയണം. ജലജയുടെ വാക്കുകളും ഗൗരവത്തിൽ തന്നെ. അത്രമാത്രം മകനെ ഓർത്ത് ആ അമ്മ മനസ്സ് ഉരുകുന്നുണ്ട്. അവനെ ഓർത്ത് മാത്രമല്ല, അവൻ കാരണം വേദനിക്കുന്ന ചില ജന്മങ്ങളെ ഓർത്ത്. എനിക്ക് പറയാൻ മനസ്സില്ല. ഞാൻ എവിടെ പോകണം, എന്ത് ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. ഞാൻ ചെറിയ കുട്ടിയല്ല എല്ലാം അമ്മയോട് പറഞ്ഞിട്ട് പോകാൻ. അത്രയും പറഞ്ഞുകൊണ്ട് തൻ്റെ അമ്മയുടെ കൈ കുടഞ്ഞെറിഞ്ഞ് വംശി സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോയി. വല്ലാത്ത ദേഷ്യത്തോടെ അവൻ പോകുന്നത് നോക്കി ജലജ അവിടെ തന്നെ നിന്നു. റൂമിലേക്ക് കയറിയവൻ തൻ്റെ ബാഗ് ബെഡിലേക്ക് എറിഞ്ഞുകൊണ്ട് ബെഡിൽ വന്നിരുന്നു, അതും അസ്വസ്ഥമായ മനസ്സോടെ. നയന, അവൾ എന്നെ ചതിക്കുവോ? ഇല്ല, ഒരിക്കലും അവൾ തന്നെ ചതിക്കില്ല. അന്ന് തന്നെ കാണുമ്പോൾ വിതുമ്പി പൊട്ടിയവളെ ഓർമ്മയുണ്ട്. തന്നെ നഷ്ടമായതിൻ്റെ എല്ലാ വേദനയും അന്ന് അവളുടെ മുഖത്തുണ്ടായിരുന്നു. അങ്ങനെയുള്ളവൾ തന്നെ ചതിക്കാനോ? ഇല്ല, നയന ഈ വംശയെ ചതിക്കില്ല. അവന്മാർ പറഞ്ഞതൊക്കെ കള്ളമാണ്. കണ്ടുപിടിക്കണം, സത്യാവസ്ഥ എന്താണെന്നറിയണം. അതിനുശേഷം വീണ്ടും ആ കല്യാണിയെ എൻ്റെ കാൽച്ചുവട്ടിൽ കൊണ്ടിടണം. മനസ്സിൽ പലവിധ ഓർമ്മകളിലും ചിന്തകളാലും അവൻ അവിടെ തന്നെ കുറച്ചു നേരം ഇരുന്നു. നേരം 7 മണി കഴിഞ്ഞതും ടവലുമെടുത്ത് വംശി ഫ്രഷ് ആവാനായി പോയി. എത്രയും പെട്ടെന്ന് നയനയുടെ വീട്ടിലെത്തുക, അവളെ കാണുക, സംസാരിക്കുക, അതുമാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ. 8 മണിയോടടുത്തതും കുളിച്ചു ഫ്രഷായി റെഡിയായി വരുന്ന തൻ്റെ മകനെയായിരുന്നു ജലജ കണ്ടത്. പൊതുവെ എവിടെയെങ്കിലും പോയി വന്നാൽ വംശിക്കൊരു ഉറക്കം പതിവാണ്. പക്ഷേ ഇന്ന് നേരെ മറിച്ചാണെന്ന് ജലജ ആ നിമിഷം ഓർത്തു. എവിടേക്കാ വംശി? ചായ എടുത്തു വെച്ചിട്ടുണ്ട്. തന്നെയൊന്നും നോക്കുക പോലും ചെയ്യാതെ ഡൈനിങ് ടേബിളിൽ എടുത്തു വെച്ച ചായ കുടിക്കാതെ പുറത്തേക്ക് പോകാനാഞ്ഞ മകനെ പുറകിൽ നിന്നും ജലജ വിളിച്ചു. ഒപ്പം ചായ കുടിക്കാനും പറഞ്ഞു. എനിക്ക് വേണ്ട, അത്യാവശ്യമായി എനിക്കിടം വരെ പോകണം. അത്രയും പറഞ്ഞുകൊണ്ട് തൻ്റെ അമ്മയൊന്ന് നോക്കിക്കൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. തൻ്റെ മകൻ്റെ സ്വഭാവത്തിൽ വല്ലാത്ത അമർഷം തോന്നി ജലജയ്ക്ക്. ഒന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥയും ആ അമ്മയിൽ വന്നു പൊതിഞ്ഞു. രാവിലെ 8 മണിയോടടുത്തതും അനന്തനും മിത്രയും ഫ്ലാറ്റിലേക്ക് എത്തിയിരുന്നു. കയ്യിലുള്ള സ്പെയർ കീ ഉപയോഗിച്ച് ഫ്ലാറ്റിൻ്റെ വാതിലും തുറന്ന് രണ്ടുപേരും അകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയതും നല്ല വൃത്തിയിൽ ഫ്ലാറ്റിനകം കണ്ടപ്പോൾ അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി, എല്ലാ ദിവസവും വന്ന് കല്യാണി ഫ്ലാറ്റ് വൃത്തിയാക്കാറുണ്ടെന്ന്. ഒരു പൊടി പോലും ആ ഫ്ലാറ്റിനകത്ത് കാണാനില്ല. കല്യാണിയെ വിളിക്കണ്ടേ അനന്തേട്ടാ?
ബാഗൊക്കെ തങ്ങളുടെ റൂമിൽ കൊണ്ടുവച്ച് തിരികെ വന്ന മിത്ര സോഫയിലിരിക്കുന്നവനോട് ചോദിച്ചു. വേണം, കുറച്ച് കഴിയട്ടെ, ഒന്ന് ഫ്രഷ് ആവട്ടെ, അതിനുശേഷം മോളെ വിളിക്കാം. അതാ നല്ലത്. ഞാൻ ഒരു ചായ ഇട്ടെ? അനന്തരന് വേണോ? വേണ്ട, അല്പസമയം കഴിയട്ടെ, ഫ്രഷ് ആവണം, വല്ലാത്ത ക്ഷീണം. സോഫയിൽ നിന്നും എഴുന്നേറ്റവൻ നടു ഒന്ന് നിവർത്തി. കല്യാണി എഴുന്നേറ്റിട്ടുണ്ടാവും, വേണമെങ്കിൽ അനന്തേട്ടൻ വിളിച്ചോ, അവൾ ഇപ്പം തന്നെ ഓടി വരും. ചിലപ്പോൾ നമ്മളെയും കാത്തു നിൽപ്പായിരിക്കും പെണ്ണ്. അടുക്കളയിലേക്ക് പോകുന്നതിനിടെ മിത്ര തിരിഞ്ഞു നിന്നുകൊണ്ട് അനന്തനോട് പറഞ്ഞു. അതും ശരിയാ, ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടാവില്ല മോള്, നമ്മളെയും കാത്തു നിൽപ്പായിരിക്കും. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. പറഞ്ഞുകൊണ്ട് അനന്തൻ ഫോൺ എടുത്തതും മറ്റെന്തോ ഓർമ്മ വന്നതും അവൻ മിത്രയെ നോക്കി. എന്തേ വിളിക്കുന്നില്ലേ? ഫോണും കയ്യിൽ പിടിച്ച് തന്നെ നോക്കുന്നവനോട് മിത്ര ചോദിച്ചു. വേണ്ട, നമുക്ക് രണ്ടുപേർക്കും വരുണയുടെ വീട്ടിൽ പോവാം. ഞാനിതുവരെ അവരെ കണ്ടിട്ടില്ലല്ലോ. വരുണയുടെ അമ്മയും ഏട്ടനെയും പരിചയപ്പെടുകയും ചെയ്യാം. അവർക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ. അനന്തൻ പറഞ്ഞതും തംസപ്പ് കാണിച്ചു മിത്ര. എന്തെന്നാൽ അനന്തൻ പറഞ്ഞത് ശരിയാണെന്ന് മിത്രയ്ക്കും തോന്നി. അവരെയും കാണാമല്ലോ, ഒപ്പം കല്യാണിയെ ഇതുവരെ സംരക്ഷിച്ചതിന് നന്ദിയും പറയാം. അനന്തേട്ടന് എല്ലാവരെയും പരിചയപ്പെടുകയും ചെയ്യാം. പിന്നെ ഒട്ടും സമയം കളഞ്ഞില്ല. രണ്ടുപേരും വേഗം ഫ്രഷായി ഫ്ലാറ്റും പൂട്ടി വരുണയുടെ വീട് ലക്ഷ്യമാക്കി നടന്നു.